ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട് മീൻ കറിയാണ്. നമുക്ക് നോക്കാം. ഇതാണ് മീന്. ഈ മീൻ കൊണ്ടാണ് മീൻ കറി വെക്കുന്നത്. ഞാൻ ഇതുവരെ വാങ്ങാത്തൊരു മീനാണ്. എന്താ ഈ മീനിന്റെ പേര് എനിക്കറിയില്ല. ഇതെൻ്റെ ഒരു അയൽവാസിയായ ഒരു കുഞ്ഞാണി പറഞ്ഞൊരു പയ്യനുണ്ട്. അവന് മീൻ കച്ചവടമാണ്. അപ്പൊ അവനാണ് എനിക്ക് ഈ മീൻ തന്നത്. നല്ല മീനാണെന്ന് പറഞ്ഞു. ചേച്ചി കറി വെച്ചാലും നന്നായിട്ടുണ്ടാവും, വറുത്താലും നന്നായിട്ടുണ്ടാവും പറഞ്ഞു. അപ്പോ ഇതിന്ന് 2 മീൻ എടുത്ത് എൻ്റെ മകൻ വറുത്ത് നോക്കിയപ്പോൾ നല്ല മീനാണ്. അപ്പൊ ബാക്കി കറിയും വെക്കാച്ചിട്ട് ഞാൻ ഇന്നൊരു കറി വെച്ച് നോക്കാച്ചിട്ടാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിലേക്ക് വേണ്ട ചേരുവകളാണ്. ഒരു തട്ടിക്കൂട്ട് മീൻ കറിയല്ലേ, അപ്പൊ അതിലേക്ക് ചേരുവകൾ ഇതിലുള്ള ചേരുവന് ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഒരു തക്കാളി, ഒരു 10 ചെറിയ ഉള്ളി, ഒരു 3 പച്ചമുളക്, 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 3 സ്പൂണ് മുളക് പൊടി കൂടുതൽ ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളി, വാളംപുളിയും വേണം, കുടംപുളിയും വേണം. ഇതാണ് വാളംപുളി, കുടംപുളി വാളംപുളിയും കൂടി ഇട്ടാലുള്ളൂ. കൂട്ടാത്തിട്ട് ഒരു കുറുക്കം കിട്ടും. പിന്നെ ഇവിടെ ഏട്ടന് 2 കൂടി ഇട്ട് വെച്ചാലേ മീൻകറി ഇഷ്ടം. അപ്പൊ അങ്ങനെ വെക്കണേ. അപ്പൊ ഈ മുളകും മല്ലിപ്പൊടി ചൂടാക്കി വെച്ചതാണ്. ഓട്ടച്ചട്ടി. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഉലുവ, 1 സ്പൂൺ ഉലുവ പൊടി അടിച്ച പൊടി ഇട്ടാലും മതി. ഇത് ഞാൻ വെറും ഉലുവയാണ് ഇടണത്. പൊടിച്ചതുണ്ടെങ്കിൽ അതും നല്ലതാണ്. അത് നല്ല പൊട്ടിയതിന് ശേഷം ഉള്ളി, പച്ചമുളക് ഇടണം. ചെറുള്ളി, പച്ചമുളക് നന്നായി ഉണക്കി കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ഇടണം. 2 തരം കുടംപുളി ഇടുന്നത്. 2 തരം പുളി ചേർക്കാന്ന് പറഞ്ഞില്ലേ, കുടംപുളിയും വാളംപുളിയും. അത് ഏട്ടന് കുടംപുളി ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും കുടംപുളി ഇഷ്ടമാണ്, ഏട്ടന് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഒരു രസം വാളംപുളിയും കൂടി അതിൽ ചേർക്കും. 2 കൂടി ആയിട്ടാണ് വെക്കാറ് മീൻ കറി. ഉള്ളി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊന്നായി കഴിഞ്ഞിട്ട് എനിക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കാം. ഉള്ളി ഇട്ടതിന് ശേഷം കറിവേപ്പില, തക്കാളി എല്ലാം ഒപ്പം ഇടാം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില നല്ലൊന്നായി കഴിഞ്ഞതിന് ശേഷം തക്കാളി, ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തക്കാളി നല്ലൊന്നാകണം. അതിൻ്റെ പച്ചമണം ഒന്ന് പോകണം. പിന്നെ ഞാൻ 2 ദിവസം വീഡിയോ ഒന്നും ഇട്ടായിരുന്നില്ല. വീഡിയോ എടുക്കാൻ പറ്റിയായിരുന്നില്ല. കുഞ്ഞുവാവയ്ക്ക് ശനിയാഴ്ച കുത്തിവയ്പ്പ് എടുത്തു. അവന് 3.5 മാസത്തിന്റെ കുത്തിവയ്പ്പായിരുന്നു. അതിൽ 3 സൂചിയാണ് കുത്തിവെക്കുന്നത്. അപ്പോൾ അവന് ഭയങ്കര കരച്ചിലായിരുന്നു. മാറി സുഖമായി, ആള് ഉഷാറായി കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ തക്കാളി നല്ല ഒന്ന് ആയിട്ടുണ്ട്. ഞാൻ എനിക്ക് മഞ്ഞൾപ്പൊടി ഇടാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നല്ല കളറില്ല മഞ്ഞൾപ്പൊടി. നമ്മളെ മല്ലിപ്പൊടി, മുളക് പൊടി,
നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുടംപുളി ഇതിൽ തന്നെ കുടംപുളി തിളപ്പിച്ച വെള്ളമാണ്. കുറച്ച് വെള്ളത്തിൽ ഞാൻ കുടംപുളി തിളപ്പിച്ചു, ആ വെള്ളമാണ്. ബാക്കി പുളി, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒഴിക്കാം. ഞാനൊരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളാവശ്യത്തിന് നിങ്ങൾ ഇട്ടോളൂ. ഉപ്പ് ഒരളവിന് ഇട്ടിട്ടുണ്ട് ഞാൻ. ചിലവർക്ക് ഉപ്പ് നല്ല കൊണ്ടുവരും, ചിലവർക്ക് ഉപ്പ് കുറവ് മതി. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഉപ്പ് കുറവ് മതി. എൻ്റെ മോന് അധികം ഉപ്പിട്ട ഇഷ്ടമല്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ, അതിലേക്ക് മീനിടാം. അപ്പം മീൻകറി നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ, മീനൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കറി റെഡിയാവും. മീനൊന്ന് വേകട്ടെ. അപ്പം നമ്മളെ മീൻകറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീനൊക്കെ വെന്ത് തുടങ്ങി. ഇങ്ങനെ ഈ കഷ്ണമീനാവുകൊണ്ടേ കുറച്ച് നേരം ഇങ്ങനെ വെക്കുകയാണ് ഞാൻ. കണ്ടില്ലേ, ഉള്ളു വേകാൻ. അപ്പോൾ നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതില് പച്ചക്കറിവേപ്പില ഒരു 2-3 കൂടി ഇട്ടിട്ടുണ്ട് മേലെ ഒരു മണത്തിന്. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ മീൻകറി റെഡി. നമ്മളെ അയൽവാസിയായ കുഞ്ഞാണി, അവൻ്റെ ഓമനപ്പേരാണ് അവൻ്റെ കുഞ്ഞാണിന്ന്, അവന് വേറെ പേരുണ്ട്. അവൻ തന്ന പേരറിയാത്തൊരു മീൻ വെച്ചിട്ട് നമ്മളൊരു തട്ടിക്കൂട്ട് മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ തട്ടിക്കൂട്ട് മീൻകറി. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്ത മീൻകറിയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.